അമ്മ എന്താ ഇവിടെ ഒന്ന് ആലോചിച്ചിരിക്കുന്നെ? ഞാൻ പിന്നെ എന്ത് ചെയ്യണം? എന്റെ വിശേഷം ചോദിക്കാനോ എന്നോട് വിശേഷം പറയാനോ ആരും വരില്ലല്ലോ. അപ്പൊ പിന്നെ ഓരോന്നും ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുക തന്നെ. നിന്നെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാൻ വിട്ടത് ഞാനാ. എന്നിട്ട് നീ അത് കഴിഞ്ഞ് വന്ന് എന്നോട് വല്ലതും പറഞ്ഞോ? ഞാൻ നേരെ ശ്യാമമോളുടെ അടുത്തേക്ക് പോയതല്ലേ അമ്മേ. കൊറേ കാലത്തിന് ശേഷമല്ലേ മോളെ ഇത്രയും നേരം വിട്ടു നിൽക്കുന്നെ. എന്നെ കാണാഞ്ഞിട്ട് മോൾക്കും വലിയ സങ്കടായിരുന്നു. കുറച്ചു നേരം അവളുടെ അടുത്തിരുന്നപ്പോ രണ്ടുപേർക്കും ആശ്വാസായി. ഞാൻ മോളെ പാലുകൂടി തുറക്കിയ ശേഷം സമാധാനായിട്ട് അമ്മയുടെ അടുത്തേക്ക് വരാന്ന് കരുതിയതാ. ആ, പഠിക്കാൻ പോയിട്ട് എന്തായി? നിനക്കെളുപ്പം പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ എല്ലാം. അതെ അമ്മേ, അതിനോട് താല്പര്യമുള്ളവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. പിന്നെ കോഴ്സ് കഴിഞ്ഞ് വെറുതെ വീട്ടിലിരുന്നിട്ട് കാര്യമില്ല, വർക്ക് ചെയ്യണം. സ്വന്തമായിട്ട് ബ്യൂട്ടി പാർലർ തുടങ്ങാൻ പറ്റിയില്ലെങ്കിലും വേറെ ഏതെങ്കിലും സ്ഥാപനത്തിലെ ജോലിക്ക് കയറെങ്കിലും വേണം. അതൊന്നും വേണ്ടിവരില്ല സോനെ. ഇന്ദ്രനും അനുപമ ഇപ്പൊ എന്റെ വഴിക്ക് വന്നിരിക്കുക. നീ പഠിച്ചിറങ്ങുമ്പോഴേക്കും നിന്റെ പേരിൽ ഒരു പുതിയ ബ്യൂട്ടി പാർലർ ഇന്ദ്രനെ കൊണ്ട് ഞാൻ തുടങ്ങി തന്നിരിക്കും. അതുപോരെ? മതി അമ്മേ. ഇന്ദ്രേട്ടനും ഏട്ടത്തിയും അമ്മയും തമ്മിൽ ഒരു ചേർച്ചയിൽ എത്തിയെന്ന് കേൾക്കുമ്പോ തന്നെ ഒരു സന്തോഷമുണ്ട്. സത്യേട്ടനും അമ്മ പറയുന്നത് അനുസരിച്ച് തുടങ്ങിയില്ലേ. അതുകൊണ്ടല്ലേ പ്രതിഭയ്ക്ക് താല്പര്യമില്ലാഞ്ഞിട്ടും അവളെ സത്യേട്ടൻ അവളുടെ വീട്ടിലേക്ക് അയച്ചത്. ഞാൻ അതൊന്നും വെറുതെ പറയില്ലെന്ന് അവൻ ഇപ്പോഴാ മനസ്സിലായത്. ആദ്യമേ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ പ്രതിഭയ്ക്ക് ഇത്രയും കുഴപ്പമുണ്ടാവില്ലായിരുന്നു. അത് അവളുടെ അച്ഛനും മനസ്സിലായി. അല്ല, ഞാനും പ്രതിഭ ഇവിടുന്ന് പോയപ്പോ ഏട്ടത്തി വല്ലാണ്ട് ബുദ്ധിമുട്ടേണ്ടി വന്നോ? എന്ത് ബുദ്ധിമുട്ട്? അവൾ അങ്ങനെയൊന്നും ഭാവിച്ചതായേ കണ്ടില്ല. പിന്നെ എന്റെ കാലം നുളിക്കപ്പോ ഓടി വന്ന് തൈല് വിട്ട് തടവി തരികയും ചെയ്തു. ആണോ? ഇന്ദ്രേട്ടൻ അമ്മയോടുള്ള കടപ്പാട് ഏട്ടത്തിക്ക് മനസ്സിലായി കാണും. അതെന്തായാലും നല്ലൊരു ലക്ഷണം. അമ്മ ഈ കുടുംബം ഇങ്ങനെ അങ്ങ് കൊണ്ടുപോയാൽ മാത്രം മതി. ഇങ്ങനെയൊന്നും അല്ല സോനെ. നിന്റെ അമ്മ ഈ കുടുംബത്തിൽ ഐശ്വര്യം കൊണ്ടുവരുന്നത് നീ കണ്ടോ? എന്റെ മക്കള് എന്നെ വിമർശിക്കാതെ എന്റെ കൂടെ നിന്നാ മാത്രം മതി. അമ്മ ഇന്ദ്രേട്ടനെ ഏട്ടത്തെയും തിരിച്ചു വിളിച്ചല്ലോ. ഇനി ഞങ്ങൾ എന്തിനാ അമ്മയെ വിമർശിക്കുന്നേ? ഇനി ഞങ്ങൾ എല്ലാവരും അമ്മയുടെ കൂടെ തന്നെ ഉണ്ടാവും. അതെ, ഇടയ്ക്ക് എനിക്ക് ദേഷ്യം വന്നപ്പോ ഞാൻ അമ്മയെ പലതും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അമ്മയെങ്ങ് ക്ഷമിച്ചേക്ക്. ഇനി ഒരിക്കലും എന്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ആണോ? മതി, അമ്മയ്ക്കിത് കേട്ടാ മതി.